ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത മഹാന്മാരായ രാജാക്കന്മാർക്ക് പോലും ചില നിർണായക ഘട്ടങ്ങളിൽ തങ്ങളുടെ തീരുമാനങ്ങൾ മാറ്റേണ്ടി വന്നിട്ടുള്ളതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശാരീരികമായി പുരുഷന്മാർക്ക് കൂടുതൽ കരുത്തുണ്ടെന്ന് ലോകം വിശ്വസിക്കുമ്പോഴും മാനസികമായ പോരാട്ടങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും പലപ്പോഴും പുരുഷന്മാരെക്കാൾ ഒരുപടി മുന്നിൽ സ്ത്രീകൾ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നു വീഴാൻ സാധ്യതയുള്ള വലിയ പ്രശ്നങ്ങളെപ്പോലും ഒരു പുഞ്ചിരികൊണ്ട് നേരിടാനും ഇല്ലാമകളിൽ നിന്ന് വലിയ വിജയങ്ങൾ കെട്ടിപ്പടുക്കാനും സ്ത്രീകൾക്ക് കഴിയുന്നതിന്റെ രഹസ്യം തേടി നമ്മൾ അധികം ദൂരെയെങ്ങും പോകേണ്ടതില്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഭാരതത്തിലെ ഏറ്റവും മികച്ച തന്ത്രജ്ഞനും ചിന്തകനുമായ ആചാര്യ ചാണക്യൻ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലോകത്തിന് നൽകിയിട്ടുണ്ടോ? ചാണക്യനെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഒരു വലിയ സാമ്രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, ശത്രുക്കളെ ഇല്ലാതാക്കാൻ തന്ത്രങ്ങൾ മെനയുന്ന ബുദ്ധിമാൻ, അർത്ഥശാസ്ത്രത്തിന്റെ രചയിതാവ് എന്നീ രൂപങ്ങളൊക്കെയാകും. എന്നാൽ ചാണക്യൻ കേവലം ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ മാത്രമായിരുന്നില്ല. മനുഷ്യന്റെ മനസ്സിനെയും സ്വഭാവത്തെയും പറ്റി ഇത്രയധികം ആഴത്തിൽ പഠിച്ച മറ്റൊരു ചിന്തകൻ ചരിത്രത്തിൽ ചുരുക്കമാണ്. മനുഷ്യന്റെ ഓരോ പ്രവൃത്തിക്ക് പിന്നിലുമുള്ള കാരണങ്ങളും ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ ഗുണങ്ങളും അദ്ദേഹം ചാണക്യനീതിയിലൂടെ വരച്ചുകാട്ടിയിട്ടുണ്ട്. പലപ്പോഴും സമൂഹത്തിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്. പ്രാചീന ഗ്രന്ഥങ്ങളെല്ലാം പുരുഷന്മാരെ മാത്രം പുകഴ്ത്തുന്നവയാണെന്നും സ്ത്രീകളെ രണ്ടാം കിടക്കാരായി കാണുന്നവയാണെന്നും. എന്നാൽ ചാണക്യനീതി അല്പം കൂടി ആഴത്തിൽ വായിച്ചാൽ ഈ ധാരണ പൂർണ്ണമായും മാറും. ഒരു വ്യക്തി ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ചില പ്രത്യേക ഗുണങ്ങൾ അനിവാര്യമാണ്. ആ ഗുണങ്ങളിൽ പലതും പ്രകൃത്യാ തന്നെ സ്ത്രീകൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നും ഒരു പുരുഷൻ തന്റെ ജീവിതത്തിൽ യഥാർത്ഥ വിജയം നേടണമെങ്കിൽ ആ ഗുണങ്ങൾ സ്ത്രീകളിൽ നിന്ന് കണ്ടുപഠിക്കണമെന്നും ചാണക്യൻ അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യന്റെ വ്യക്തിത്വ വികസനത്തിന് ഏറ്റവും ആവശ്യമായ ഈ പാഠങ്ങൾ നമ്മൾ പലപ്പോഴും നമ്മുടെ വീടുകളിലെ അമ്മമാരിലോ ഭാര്യമാരിലോ സഹോദരിമാരിലോ ഒക്കെ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ അതെല്ലാം അവരുടെ മാത്രം ഉത്തരവാദിത്തങ്ങളാണെന്ന് കരുതി നമ്മൾ അവഗണിക്കുകയാണ് പതിവ്. ഈ അവഗണനയാണ് പല പുരുഷന്മാരുടെയും പരാജയത്തിന് കാരണമാകുന്നതും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആചാര്യ ചാണക്യന്റെ നിരീക്ഷണത്തിൽ ഒരു പുരുഷൻ നിർബന്ധമായും ഒരു സ്ത്രീയിൽ നിന്ന് പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ 4 ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ചിന്താഗതിയെയും ജീവിത വിജയത്തെയും വലിയ രീതിയിൽ മാറ്റിമറിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഒന്നാമത്തെ കാര്യം, മാനസികമായ കരുത്തും അപാരമായ ധൈര്യവും. പുരുഷന്മാർക്ക് എപ്പോഴും ഒരു മിഥ്യാധാരണയുണ്ട്, തങ്ങളാണ് ഏറ്റവും കൂടുതൽ ധൈര്യശാലികളെന്ന്. ശാരീരികമായ കരുത്തിന്റെ കാര്യത്തിൽ അത് ശരിയായിരിക്കാം. എന്നാൽ ചാണക്യൻ തന്റെ ശ്ലോകത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, സ്ത്രീകളുടെ ധൈര്യം പുരുഷന്മാരുടേതിനേക്കാൾ 6 മടങ്ങാണ് എന്ന്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നിയേക്കാം. യുദ്ധമുഖത്ത് പോരാടുന്നതും കായികമായ അധ്വാനങ്ങൾ ചെയ്യുന്നതും കൂടുതൽ പുരുഷന്മാരല്ലേ, പിന്നെ എങ്ങനെയാണ് സ്ത്രീകൾക്ക് ധൈര്യം കൂടുതൽ ആകുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ഇവിടെയാണ് നമ്മൾ ധൈര്യം എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കേണ്ടത്. ശാരീരികമായ ഒരു ഭീഷണിയെ നേരിടുന്നത് മാത്രമല്ല ധൈര്യം, ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വലിയ തകർച്ചകളെയും വൈകാരികമായ ആഘാതങ്ങളെയും നേരിടാൻ ആവശ്യമായ മാനസികമായ കരുത്താണ് ഏറ്റവും വലിയ ധൈര്യം. ഒരു പുരുഷന് തന്റെ ബിസിനസ്സിൽ വലിയൊരു നഷ്ടം സംഭവിച്ചാലോ അല്ലെങ്കിൽ ജോലി പോയാലോ അവൻ പെട്ടെന്ന് മാനസികമായി തളർന്നുപോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പലരും മദ്യപാനത്തിലേക്കോ മറ്റു ദുശീലങ്ങളിലേക്കോ തിരിയുകയോ കടുത്ത വിഷാദത്തിലേക്ക് വീണുപോകുകയോ ചെയ്യുന്നു. എന്നാൽ അതേ വീട്ടിൽ തന്നെയുള്ള ഒരു സ്ത്രീയെ നോക്കുക. കുടുംബം മുഴുവൻ പട്ടിണിയിലേക്ക് പോകുന്ന അവസ്ഥ വന്നാൽ പോലും അവൾ തളർന്നിരിക്കാറില്ല. ആ പ്രതിസന്ധിയെ മറികടക്കാൻ അവൾ പുതിയ വഴികൾ കണ്ടെത്തും. കുട്ടികളെ പട്ടിണിക്കിടാതെ നോക്കാൻ അവൾ ഏതറ്റം വരെയും പോരാടും. ശാരീരികമായ വേദനകളെ സഹിക്കാനുള്ള സ്ത്രീകളുടെ കഴിവും അപാരമാണ്. പ്രസവവേദന എന്നത് മനുഷ്യന് സഹിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വേദനകളിൽ ഒന്നാണെന്ന് ശാസ്ത്രം തന്നെ പറയുന്നുണ്ട്. ആ വേദനയെപ്പോലും സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഒരു സ്ത്രീക്ക് കഴിയുന്നത് അവളുടെ മാനസികമായ കരുത്തൊന്നുകൊണ്ട് മാത്രമാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ ഒളിച്ചോടാതെ അതിനെ മുഖാമുഖം നേരിടാനുള്ള ഈ അപാരമായ മാനസിക ധൈര്യം പുരുഷന്മാർ തീർച്ചയായും സ്ത്രീകളിൽ നിന്ന് കണ്ടുപഠിക്കേണ്ട ഒന്നാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ തളർന്നു പോകാതെ ഇരുമടങ്ങി കരുത്തോടെ തിരികെ വരാനുള്ള ഈ കഴിവ് ജീവിതത്തിൽ ഒരുപാട് മുന്നേറാൻ പുരുഷന്മാരെ സഹായിക്കും. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദീർഘവീക്ഷണത്തോടെയുള്ള സാമ്പത്തിക ആസൂത്രണമാണ്. ഇന്നത്തെ കാലത്ത് വലിയ കോർപ്പറേറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്നവരും ലക്ഷങ്ങൾ വരുമാനമുള്ളവരും സാമ്പത്തികമായി കഷ്ടപ്പെടുന്നത് നമ്മൾ സ്ഥിരമായി കാണുന്ന കാഴ്ചയാണ്. എത്ര പണം കിട്ടിയാലും അതൊന്നും തികയുന്നില്ല എന്ന് പരാതി പറയുന്നവരാണ് ഭൂരിഭാഗം പുരുഷന്മാരും. എന്നാൽ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. പണ്ടൊക്കെ അച്ഛൻ കൊണ്ടുവരുന്ന വളരെ ചെറിയ ഒരു വരുമാനം കൊണ്ടായിരിക്കും അമ്മ ഒരു കുടുംബം മുഴുവൻ നോക്കിയിരുന്നത്. അതിൽ നിന്ന് തന്നെ കുട്ടികളുടെ പഠനത്തിനും വീട്ടുചെലവുകൾക്കും മറ്റ് ആവശ്യങ്ങൾക്കുമുള്ള പണം അവർ കൃത്യമായി കണ്ടെത്തിയിരുന്നു. അതുമാത്രമല്ല, വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നാലോ മറ്റ് അത്യാവശ്യങ്ങൾ വന്നാലോ അച്ഛന്റെ കയ്യിൽ കാശില്ലെങ്കിൽ പോലും അമ്മയുടെ അലമാരയ്ക്കുള്ളിലെ പത്രത്താളുകൾക്കിടയിൽ നിന്നോ അരികലത്തിനുള്ളിൽ നിന്നോ ഒക്കെ ഒരു ചെറിയ തുക അത്ഭുതകരമായി പുറത്തുവരും. ഇത് വെറുമൊരു മാന്ത്രിക വിദ്യയല്ല, ഇത് ലോകത്തിലെ ഏറ്റവും മികച്ച സാമ്പത്തിക ശാസ്ത്രമാണ്. കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു ചെറിയ ഭാഗം നാളത്തെ അപ്രതീക്ഷിത ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കണമെന്ന ദീർഘവീക്ഷണമാണ് ഇതിന് കാരണം. പുരുഷന്മാർ പലപ്പോഴും പണം ചിലവാക്കുന്നത് തങ്ങളുടെ അഹംഭാവം സംരക്ഷിക്കാനോ മറ്റുള്ളവരെ കാണിക്കാനോ വേണ്ടിയാണ്. പുതിയ വാഹനങ്ങൾ വാങ്ങാനും വില കൂടിയ വസ്ത്രങ്ങൾക്കുമൊക്കെ അവർ അനാവശ്യമായി പണം ചിലവാക്കുന്നു.
എന്നാൽ സ്ത്രീകൾ പണം ചിലവാക്കുമ്പോൾ അതിലൊരു ലക്ഷ്യമുണ്ടാകും. നാളത്തെ സുരക്ഷിതത്വത്തിനാണ് അവർ എപ്പോഴും മുൻഗണന നൽകുന്നത്. ഈയൊരു സാമ്പത്തിക അച്ചടക്കം പുരുഷന്മാർ സ്വന്തമാക്കിയാൽ അവരുടെ ജീവിതത്തിൽ പണം കൊണ്ടുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല. വലിയ സാമ്പത്തിക ശാസ്ത്ര പുസ്തകങ്ങൾ വായിക്കുന്നതിനു പകരം സ്വന്തം വീട്ടിലെ അടുക്കളയിൽ നടക്കുന്ന ഈ സമ്പദ്വ്യവസ്ഥയെ ഒന്ന് നിരീക്ഷിക്കുന്നത് തന്നെ പുരുഷന്മാർക്ക് വലിയ പാഠമായിരിക്കും. ചാണക്യൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്, സമ്പത്ത് സംരക്ഷിക്കാൻ അറിയാത്തവൻ എത്ര വലിയ രാജാവായാലും അവൻ തെരുവിലേക്കിറങ്ങേണ്ടി വരുമെന്ന്. ആ സമ്പത്ത് എങ്ങനെ സംരക്ഷിക്കണം എന്ന് നമ്മൾ സ്ത്രീകളിൽ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇതുവരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ പ്രതികരണങ്ങളും ഇത്തരം കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വലിയ പ്രചോദനമാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യത്തിലേക്ക് കടക്കാം. അത്ഭുതപ്പെടുത്തുന്ന സഹനശക്തിയും പ്രതിസന്ധികളോട് പൊരുത്തപ്പെടാനുള്ള കഴിവുമാണിത്. ഒരു ചെടി ജനിച്ചു വളർന്ന മണ്ണിൽ നിന്ന് പറിച്ചുമാറ്റി മറ്റൊരു സ്ഥലത്ത് നട്ടാൽ അത് പുതിയ മണ്ണുമായി പൊരുത്തപ്പെടാൻ കുറച്ചു ദിവസങ്ങളെടുക്കും. ചിലപ്പോൾ അത് വാടിപ്പോവുകയും ചെയ്യും. എന്നാൽ ഒരു സ്ത്രീയുടെ ജീവിതം നോക്കുക. 20-25 വർഷം താൻ ജനിച്ചു വളർന്ന വീടും മാതാപിതാക്കളെയും സ്വന്തം ഇഷ്ടങ്ങളെയുമെല്ലാം ഉപേക്ഷിച്ച് തികച്ചും അപരിചിതരായ ആളുകൾക്കിടയിലേക്ക് പുതിയൊരു വീട്ടിലേക്ക് അവൾ വിവാഹം കഴിഞ്ഞു ചെല്ലുന്നു. അവിടെയുള്ള ഓരോരുത്തരുടെയും സ്വഭാവം വ്യത്യസ്തമായിരിക്കും. ആ വീടിന്റെ രീതികൾ വ്യത്യസ്തമായിരിക്കും. എന്നിട്ടും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആ ചുറ്റുപാടുമായി അവൾ പൊരുത്തപ്പെടുന്നു. തന്റെ സ്വന്തം വീട്ടിലേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ അവൾ ആ പുതിയ വീടിനെ സ്നേഹിക്കാനും പരിപാലിക്കാനും തുടങ്ങുന്നു. ഇതൊരു ചെറിയ കാര്യമല്ല. ഒരു പുരുഷനെ സംബന്ധിച്ച് ഇത്ര വലിയൊരു മാറ്റം പെട്ടെന്ന് ഉൾക്കൊള്ളുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. സ്വന്തം മുറിയിലെ ഒരു കസേരയുടെ സ്ഥാനം മാറിയാൽ പോലും അസ്വസ്ഥരാകുന്നവരാണ് പല പുരുഷന്മാരും. മാറ്റങ്ങളെ അംഗീകരിക്കാനും പുതിയ സാഹചര്യങ്ങളുമായി പെട്ടെന്ന് പൊരുത്തപ്പെടാനുമുള്ള സ്ത്രീകളുടെ ഈ അസാമാന്യമായ കഴിവ് ഓരോ പുരുഷനും തന്റെ ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട്. ബിസിനസ്സിലായാലും കരിയറിലായാലും സ്ഥിരമായി ഒരേ അവസ്ഥയായിരിക്കില്ല എപ്പോഴും ഉണ്ടാവുക. പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ അതിനോട് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ പിന്നോട്ടടിക്കപ്പെടും. അതുപോലെ തന്നെയാണ് സഹനശക്തിയുടെ കാര്യവും. ഒരു വീട്ടിൽ പല സ്വഭാവത്തിലുള്ള ആളുകളുണ്ടാകും. അവരെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ വലിയ തോതിലുള്ള ക്ഷമ ആവശ്യമാണ്. അനാവശ്യമായ ദേഷ്യവും മുൻകോപവും കാരണം പല പുരുഷന്മാരും സ്വന്തം ബന്ധങ്ങളും കരിയറും നശിപ്പിക്കാറുണ്ട്. എന്നാൽ സ്ത്രീകൾ പ്രശ്നങ്ങളെ വളരെ സംയമനത്തോടെയാണ് നേരിടുന്നത്. അവർ പ്രതികരിക്കുന്നതിന് മുൻപ് ചിന്തിക്കും. അനാവശ്യമായ വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ട് സമയം കളയാതെ പ്രശ്നപരിഹാരത്തിനാണ് അവർ എപ്പോഴും ശ്രമിക്കുന്നത്. ഈ സഹനശക്തിയും പൊരുത്തപ്പെടാനുള്ള കഴിവും സ്വന്തമാക്കിയാൽ ഏതു വലിയ പ്രതിസന്ധിയിലും ഒരു പുരുഷന് വളരെ എളുപ്പത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ വളരെ പ്രധാനമാണ്. അതിനാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ചിന്തകൾ കമന്റായി രേഖപ്പെടുത്താനും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ സംസാരിച്ച കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ശരിയാണെന്ന് തോന്നിയ കാര്യം ഏതെന്നറിയാൻ എനിക്ക് താൽപ്പര്യമുണ്ട്. നാലാമതായി ചാണക്യൻ ചൂണ്ടിക്കാണിക്കുന്നത് ആശയവിനിമയശേഷിയും ബന്ധങ്ങൾ നിലനിർത്താനുള്ള അസാമാന്യമായ അറിവുമാണ്. ഒരു വീടിനെ വെറുമൊരു കെട്ടിടം എന്നതിൽ നിന്ന് സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ഭവനമാക്കി മാറ്റുന്നത് അവിടെയുള്ള സ്ത്രീയാണ്. അതിനവരെ സഹായിക്കുന്നത് അവരുടെ മികച്ച ആശയവിനിമയശേഷിയാണ്. ആളുകളുടെ മുഖഭാവം കണ്ടാൽ തന്നെ അവരുടെ മനസ്സിലെ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ സ്ത്രീകൾക്കൊരു പ്രത്യേക കഴിവുണ്ട്. ഭർത്താവ് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുമ്പോഴോ കുട്ടികൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടാകുമ്പോഴോ അത് പറയാതെ തന്നെ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നു. ഇതിനെ നമ്മളിന്ന് വലിയ വാക്കുകളിൽ ഇമോഷണൽ ഇന്റലിജൻസ് അഥവാ വൈകാരിക ബുദ്ധി എന്ന് വിളിക്കുന്നു. പുരുഷന്മാർ പലപ്പോഴും കാര്യങ്ങളെ വളരെ യുക്തിപരമായി മാത്രം കാണാൻ ശ്രമിക്കുന്നവരാണ്. ഒരു പ്രശ്നം വന്നാൽ അതെങ്ങനെ പരിഹരിക്കാം എന്നു മാത്രമായിരിക്കും അവരുടെ ചിന്ത. എന്നാൽ ആ പ്രശ്നം മറ്റുള്ളവരുടെ മനസ്സിലുണ്ടാക്കിയ വിഷമത്തെക്കുറിച്ച് അവർ പലപ്പോഴും ചിന്തിക്കാറില്ല. ഇവിടെയാണ് പുരുഷന്മാർ പരാജയപ്പെടുന്നത്. മികച്ച ഒരു ലീഡർ ആകണമെങ്കിൽ വെറും ബുദ്ധിശക്തി മാത്രം പോരാ, കൂടെ നിൽക്കുന്നവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവുകൂടി വേണം. ഒരു കമ്പനിയുടെ സിഇഒ മുതൽ താഴേക്കിടയിലുള്ള ജോലിക്കാർ വരെ ഒരേ മനസ്സോടെ പ്രവർത്തിക്കണമെങ്കിൽ അവർക്കിടയിൽ മികച്ച ആശയവിനിമയം ഉണ്ടായേ തീരൂ. മറ്റുള്ളവരെ കേൾക്കാനും അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി സംസാരിക്കാനും തകർന്ന ബന്ധങ്ങളെ വിളക്കിച്ചേർക്കാനുമുള്ള സ്ത്രീകളുടെ ഈ കഴിവ് പുരുഷന്മാർ കണ്ടുപഠിക്കേണ്ട ഒന്നാണ്. അനാവശ്യമായ ഈഗോ മാറ്റിവെച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറാകുമ്പോഴാണ് കുടുംബമായാലും വലിയ പ്രസ്ഥാനങ്ങളായാലും നിലനിൽക്കുന്നത്. ഈ ഒരു വിട്ടുവീഴ്ച മനോഭാവം പഠിച്ചെടുത്താൽ ഏതൊരു പുരുഷനും സമൂഹത്തിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി മാറാൻ സാധിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആചാര്യ ചാണക്യന്റെ ദർശനങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതപ്പെട്ടതാണെങ്കിലും ഇന്നത്തെ കാലത്തും അവയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്. ധൈര്യം, സാമ്പത്തിക അച്ചടക്കം, പൊരുത്തപ്പെടാനുള്ള കഴിവ്, വൈകാരിക ബുദ്ധി എന്നീ 4 കാര്യങ്ങൾ സ്ത്രീകളിൽ പ്രകൃത്യാ തന്നെ ഉള്ളതാണ്. ഇതൊരു കുറവായി കാണാതെ അത് അവരുടെ ഏറ്റവും വലിയ ശക്തിയാണെന്ന് തിരിച്ചറിയുകയാണ് പുരുഷന്മാർ ആദ്യം ചെയ്യേണ്ടത്. ഒരു നല്ല വ്യക്തിത്വം രൂപപ്പെടുന്നത് മറ്റുള്ളവരിൽ നിന്നുള്ള നല്ല കാര്യങ്ങൾ പഠിച്ച് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ്. അതിന് സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളുടെ യാതൊരു ആവശ്യവുമില്ല. തന്റെ ചുറ്റുമുള്ള സ്ത്രീകളുടെ ഈ മികച്ച ഗുണങ്ങളെ തിരിച്ചറിയുകയും അതിനെ ബഹുമാനിക്കുകയും ആ ഗുണങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്താൻ തയ്യാറാകുകയും ചെയ്യുന്ന ഏതൊരു പുരുഷനും ജീവിതത്തിൽ പരാജയമെന്താണെന്ന് അറിയേണ്ടിവരില്ല എന്നത് 100% ഉറപ്പുള്ള കാര്യമാണ്.
മറ്റുള്ളവരെ വിലകുറച്ച് കാണുന്നതിനു പകരം അവരിൽ നിന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാകുന്നിടത്താണ് ഒരു വ്യക്തിയുടെ യഥാർത്ഥ വളർച്ച ആരംഭിക്കുന്നത്. ഈ വീഡിയോ നിങ്ങളുടെ ചിന്തകളിൽ ചെറിയൊരു മാറ്റമെങ്കിലും വരുത്താൻ സഹായിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരം അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്തേണ്ടത് അനിവാര്യമാണ്. വീണ്ടും കാണാം.